السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ അൽ ഇഅ്തിഖാദി സ്വഹീഹ് എന്ന ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുള്ളയുടെ കിതാബ് അടിസ്ഥാനമാക്കിയുള്ള അഖീദ പഠന പരമ്പരയിൽ ശിർക്ക് വരുന്ന വഴികളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഖൗഫ്, റജാ, മഹബത്ത്, റബ്ബിനോടുള്ള സ്നേഹം, ഭയം, പ്രതീക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ പറഞ്ഞു, കൂടുതൽ പ്രയാസം വരുന്തോറും പ്രതീക്ഷ വർദ്ധിക്കുകയാണ് വേണ്ടത്. പ്രവാചകന്മാരെല്ലാം എല്ലാ അസ്ബാബുകളും അവസാനിച്ചു എന്ന് കാണുമ്പോഴും റബ്ബിലുള്ള പ്രതീക്ഷ അവർക്ക് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പടച്ച റബ്ബ്, അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ അളമത്ത്, അതെല്ലാം കൂടുതൽ ബോധ്യമുള്ളവനെ സംബന്ധിച്ച് അസ്ബാബുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അവനാ കാര്യം ചെയ്യാൻ കഴിയുമെന്ന ബോധ്യമുണ്ടാകുമ്പോൾ അസ്ബാബ് മുറിഞ്ഞതുകൊണ്ട് പ്രതീക്ഷ മുറിയേണ്ടതില്ല, അസ്ബാബിൽ മാത്രം പ്രതീക്ഷ വെക്കേണ്ടതുമില്ല. അതുകൊണ്ട് എല്ലാവരും നിരാശപ്പെടുമ്പോഴും വിശ്വാസികൾ അവിടെ കൂടുതൽ പ്രതീക്ഷകളുള്ളവരായി മാറുകയാണ് ചെയ്യുക. നിരാശ മാത്രമായി കഴിഞ്ഞാൽ അത് പലപ്പോഴും പടച്ച റബ്ബിൽ നിന്ന് അകലാനാണ് നിമിത്തമായി മാറുക. പ്രതീക്ഷ മാത്രമായി കഴിഞ്ഞാൽ റബ്ബിൻ്റെ അദാബിനെക്കുറിച്ചുള്ള അമ്ന്, നിർഭയത്വമുണ്ടാവുകയും ചെയ്യും. അത് രണ്ടുമല്ല, രണ്ടും ഒന്നിച്ചാണ് വേണ്ടത്. ഖൗഫും റജാവും ഒന്നിച്ചാണ് വേണ്ടത് എന്ന ഭാഗം നമ്മൾ പറഞ്ഞു. അത് കുറച്ച് ഭാഗങ്ങൾ വായിക്കാനുണ്ട്. 72-ാമത്തെ പേജിൻ്റെ അവസാന പാരഗ്രാഫ്. വഖദ് വഅദ അൻ-നബിയ്യു വഖദ് അദ്ദ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യഅ്സ മിൻ റൗഹില്ലാഹി മിനൽ കബായിരി. റബ്ബിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടുക എന്നത് വൻപാപങ്ങളിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുള്ളത്. കബായിർ എന്ന് പറഞ്ഞാൽ വലിയ പാപങ്ങൾക്ക് കബായിർ എന്നറിയാം. കബായിർ, കബീറത്ത്, വൻപാപങ്ങൾ. വൻപാപം എത്രയാണ് എന്നതൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. സബഉൽ മുബിഖാത്ത് 7 എണ്ണമാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരുപാട് വൻപാപങ്ങളുണ്ട്. 7-ന് പുറമെ ഉള്ള വലിയ വലിയ പാപങ്ങൾ. അഥവാ വലിയതും ചെറുതും വേർതിരിക്കാൻ പൊതുവെ സ്വീകരിക്കപ്പെടുന്ന മാനദണ്ഡം, ഏതെങ്കിലും തിന്മയെപ്പറ്റി അത് ചെയ്തവൻ നരകത്തിലാണ്, അള്ളാഹുവിൻ്റെ കോപമുണ്ട്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, അള്ളാഹു അവനെ സംസ്കരിക്കുകയില്ല, സ്വർഗം ഹറാമാകുന്നു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഹദീസിലോ ഖുർആനിലോ വന്നാൽ അതെല്ലാം വൻപാപമായിട്ടാണ് ഗണിക്കപ്പെടുക. ഇമാം ദഹബി റഹിമഹുല്ല ആ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, അൽ കബായിർ എന്ന പേജിൽ 73 ദോഷങ്ങൾ അദ്ദേഹം അതിൽ എണ്ണിയിട്ടുണ്ട്. വൻപാപങ്ങളായി 73 പാപങ്ങൾ അദ്ദേഹം എണ്ണി. ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല മറ്റൊരു കിതാബ് എഴുതി, അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ. വൻപാപത്തിൽ നിന്ന് ആളുകളെ വിലക്കുവാൻ വേണ്ടി അദ്ദേഹം എഴുതിയ 2 വാള്യമുള്ള ഗ്രന്ഥമാണ്. അത് ഏകദേശം 500ഓളം പാപങ്ങൾ അദ്ദേഹം വൻപാപങ്ങളായി എണ്ണിയത് കാണാൻ കഴിയും. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് കിതാബുണ്ട് അൽ കബായിർ എന്ന പേരിൽ. ചില സ്വഹാബിമാരൊക്കെ പറഞ്ഞ് 7-ഉമല്ല 70-ഉമല്ല 700 വരെ എത്താം വൻപാപങ്ങൾ എന്നുവരെ പറഞ്ഞതും കാണാനാവും.
വിശുദ്ധ ഖുർആനിലോ പ്രവാചക സുന്നത്തിലോ ഒരു തിന്മയെപ്പറ്റി ആ തിന്മ ചെയ്തവൻ അള്ളാഹ് ശപിച്ചിരിക്കുന്നു എന്ന പ്രയോഗം ഉണ്ടെങ്കിൽ അത് വൻപാപമായിട്ട് കണക്കാക്കും. അവൻ റബ്ബിൻ്റെ കോപമുണ്ട്, അല്ലെങ്കിൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, അവൻ നരകത്തിലാകുന്നു എന്നൊക്കെയുള്ള പ്രയോഗം വന്നാൽ അതൊക്കെ കബായിറായിട്ടാണ് എണ്ണുക. ആലങ്കാരികമല്ല, അത് അർഹിക്കുന്നതാണ്. ഒരു പക്ഷെ അള്ളാഹ് പിന്നെ മാപ്പ് കൊടുത്തേക്കാം, അത് വേറെ. ആ ശിക്ഷക്കനുസരിച്ച്, ആ കുറ്റത്തിനനുസരിച്ച് ആ ശിക്ഷക്കുള്ള അർഹത അവനുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്കത് കിട്ടുമോ? അത് അള്ളാഹുവിൻ്റെ മശീയത്താണ്. അള്ളാഹ് ഈ കുറ്റത്തെ അള്ളാഹ് നിശ്ചയിച്ച ശിക്ഷ അതാണ്. അത് ചെയ്ത എല്ലാവർക്കും ആ ശിക്ഷ കിട്ടിക്കൊള്ളുന്നില്ല, അത് റബ്ബിന് ഇഷ്ടം. ഒരു പക്ഷെ അവൻ അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അള്ളാഹ് ശിക്ഷ ലഘൂകരിച്ചു കൊടുത്തേക്കാം, അതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഈ തിന്മക്ക് ഈ ശിക്ഷക്കുള്ള അർഹതയുണ്ട് അർത്ഥം. അത് ദുനിയാവിലും അങ്ങനെ തന്നെയാണല്ലോ. വധശിക്ഷ കിട്ടാവുന്ന ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും. എന്നാൽ അത് ചെയ്ത എല്ലാവരെയും ഇവിടെ കൊല്ലുവെച്ചാലോ? അതില്ല. അത് പല കാരണങ്ങളാൽ ചിലപ്പോൾ മാപ്പ് കിട്ടും. അവൻ്റെ പ്രായം പരിഗണിച്ച് മാപ്പ് കിട്ടും, ചിലപ്പോൾ അവൻ്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മാപ്പ് കിട്ടും, ചിലപ്പോൾ പ്രായമായ ഉമ്മ വാപ്പയുണ്ട്, അവർക്ക് ഏകത്താണ് ഇവനാണ്, അവിടെ ഓനെ കൊന്ന പ്രശ്നമാണ്, അപ്പം ചിലപ്പോൾ മാപ്പ് കൊടുക്കും. ഇങ്ങനെ പല കാരണങ്ങളാൽ മാപ്പ് കിട്ടിയേക്കാം. അത് ദുന്യാവിലെ കാര്യമാണ്. പടച്ച റബ്ബും തന്നെ നിശ്ചയിച്ച ശിക്ഷ ഇതാണ്. എന്നാൽ അത് ഒരു വ്യക്തിക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് അല്ലാഹു അഅലം, അത് റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഹറാമിനൊക്കെ നിർവചനം പറയുമ്പോൾ ചെയ്താൽ ശിക്ഷയുള്ളത് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മത ചെയ്താൽ ശിക്ഷക്ക് അർഹതയുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും. ചെയ്താൽ ശിക്ഷക്ക് അർഹത ഉണ്ട്, ശിക്ഷിക്കപ്പെടില്ലേ? അത് അല്ലാഹു അഅലം. ശിക്ഷ കിട്ടാൻ അവൻ അർഹനാണ്. പിന്നെ ഒരാൾ ശിക്ഷിച്ചാലും ആ പറഞ്ഞത് ശരിയായല്ലോ, ആ തെറ്റ് ചെയ്ത ഒരാൾക്ക് ശിക്ഷ കിട്ടി എന്നാൽ തന്നെ ആ ശിക്ഷ അർഹതയുള്ളതായി മാറി. അങ്ങനെ വൻപാപങ്ങൾ കബായിറിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട് റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുക എന്നത്. ഫഅൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല അനിൽ കബായിരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വൻപാപങ്ങൾ ഏതൊക്കെയാണ്? അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഫഖാൽ അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് ശിർക്ക് ചെയ്യൽ, റബ്ബിൽ പങ്കു ചേർക്കൽ, വൽ യഅ്സു മിൻ റൗഹില്ലാഹ്, രണ്ടാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുക, വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ, അവൻ്റെ അദാബിനെ തൊട്ട് നിർഭയത്വമുണ്ടാവുക. അതാണ് നബിയോട് പറഞ്ഞത്. പക്ഷെ ചോദിച്ച ആളുടെ സാഹചര്യം അങ്ങനത്തെ ആയിരിക്കാം. അതാണ് പല ചോദ്യങ്ങൾക്കും ഒരേ ചോദ്യം നാലാൾ ചോദിക്കുമ്പോൾ നബി 4 ഉത്തരം പറഞ്ഞ് കാണാൻ പറ്റും. അത് ഓരോരുത്തരുടെ സന്ദർഭം സാഹചര്യം നോക്കി ചിലപ്പോൾ മറുപടികൾ കൊടുക്കാറുണ്ട്. വഅൻ ഇബ്നു മസ്ഊദ് ഖാല, ഇബ്നു മസ്ഊദ് പറയുന്നു, അക്ബറുൽ കബായിർ അൽ ഇശ്റാഖു ബില്ലാഹ്, പാപങ്ങളിൽ വൻപാപങ്ങളിൽ വലിയ വലിയ പാപമാണ് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ മക്ർ, അവൻ്റെ അദാബിൽ ഉള്ള നിർഭയത്വം, വൽ ഖനൂതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള നിരാശയും, വൽ യൈസു മിൻ റൗഹില്ലാഹ്, അതന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള നിരാശ. ഇത് വൻപാപങ്ങളിൽ വലിയതാകുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു. അത് രണ്ടും ഒരു ആശയമാണ്. ലിഅന്നൽ ഖനൂത മിൻ റഹ്മത്തില്ലാഹ് സൂഉ ളന്നിൻ ബില്ലാഹ്, എന്തുകൊണ്ടാണ് ഇത് വൻപാപമായത്? അള്ളാഹ് എനിക്ക് പുറത്തു തരൂല, അള്ളാഹിൻ്റെ മഗ്ഫിറത്തൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചാൽ അത് എന്തുകൊണ്ട് വൻപാപമായി? ആ വിചാരം വേണ്ട തന്നെ കലൂത്ത് റഹ്മത്തില്ല. അതിലെ പേജ് എത്ര? 5-9. അപ്പൊ റബ്ബിൽ നിരാശപ്പെടുക എന്നത് യഥാർത്ഥത്തിൽ സൂഉ ളന്നിൻ ബില്ലാഹ്, പടച്ചോനെ പറ്റിയുള്ള മോശമായ വിചാരമാണ് യഥാർത്ഥത്തിൽ. ഒരു അള്ളാഹിനെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹിനെ അവന് മനസ്സിലായിട്ടില്ല. അള്ളാഹിൻ്റെ റഹ്മത്ത് അത്രയും വിശാലമാണ്. ആ റബ്ബിനെ കുറിച്ച് അവന് തെറ്റായ ധാരണ വെച്ച് പുലർത്തി എന്നാണ് അതിനർത്ഥം. വജഹ്ലുൻ ബിസഅത്തി റഹ്മത്തിഹി വമഗ്ഫിറത്തിഹി, റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത, അവൻ്റെ മഗ്ഫിറത്ത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ജഹാലത്വമാണ്, അറിവില്ലായ്മയുമാണ്. വൽ അംനു മിൻ മക്രില്ലാഹ് ജഹ്ലുൻ ബില്ലാഹി വബിഖുദ്റത്തിഹി, ഇനി തിരിച്ചാണെങ്കിൽ
റബ്ബിൻ്റെ അദാബിനെ കുറിച്ച് ഒരാൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ ജഹിലും ബില്ല, അവനും അള്ളാഹിനെ പറ്റി അറിവില്ലായ്മയാണ്. വബി ഖുദ്റതിഹി, അവൻ്റെ ഖുദ്റത്തിനെ കുറിച്ചും, വസിഖത്തും ബിൻ നഫ്സി, സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു അമിതമായ അവൻ്റെ ആ ഒരു വിശ്വാസവുമാണ്. ഇജാബും ബിഹ, തന്നെക്കുറിച്ചുള്ള അവൻ്റെ ഒരു പൊങ്ങച്ചം, താൻ പോലും അതുമാണ്. എനിക്കൊന്നും അല്ലാതെ അതാബുണ്ടാവില്ല, ഇന്നൊന്നും ശിക്ഷിക്കൂല, എന്നൊന്നും അല്ലാതെ പിടികൂടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്നെ പിടിക്കാനൊന്നും അല്ലാഹ്ക്ക് കഴിയൂല, ഞാൻ എന്നെക്കളൊക്കെ മേലെയാണ് എന്ന് ഞാൻ തിരക്കിടില്ല എന്ന തോന്നലും പടച്ച റബ്ബിൻ്റെ ഖുദ്റത്തിലുള്ള അവൻ്റെ ജഹാലത്തുമാണ് യഥാർത്ഥത്തിൽ അത്. വഫീ ദാലിക തംബീഹുൻ, അപ്പം ഈ പറഞ്ഞതിൽ നിന്ന് ഇത് രണ്ടും വൻഭാവമായി എണ്ണിയല്ലോ. അള്ളാഹിൻ്റെ റഹ്മത്തുള്ള നിരാശയും അവൻ്റെ അദാബിലുള്ള നിർഭയത്വവും, അത് രണ്ടും വൻഭാവമായി എണ്ണിയതിൽ ഉണ്ട് എന്തുണ്ട്? തംബീഹുൻ, ഉണർത്തലുണ്ട്. അലാ അൻ യകുന അബ്ദു ദായിമൻ ബൈനൽ ഖൗഫി വറജാ, ഒരു അടിമ എപ്പോഴും ഖൗഫിൻ്റെയും റജാഇൻ്റെയും ഇടയിലായിരിക്കണം എന്ന കാര്യം ഉണർത്തലാണത്. ഫഇദാ ഖാഫ, അവന് ഖൗഫുണ്ടെങ്കിൽ ഫലാ യഖ്നുതു വലാ യൈഅസ്, നിരാശ ഉണ്ടാവുകയില്ല. ബൽ യർജു റഹ്മത്തല്ലാഹ്, റബ്ബിൻ്റെ റഹ്മത്തിനെ അവൻ പ്രതീക്ഷിക്കും. വഇദാ റജാ, പ്രതീക്ഷ ഉണ്ടായാലോ ഫലാ യതമാദാ ബിഹി റജാഉ ഹത്താ യഅ്മന ഉഖൂബ, ആ പ്രതീക്ഷ അവനെ ശിക്ഷയെ നിർഭയമാകാൻ മാത്രം അവനൊട്ട് ആ വഴിയിലേക്ക് അവനെ കൊണ്ടുപോവുകയും ഇല്ല. അപ്പോൾ ഖൗഫും റജാവും ഒന്നിച്ചുണ്ടാവുക, അതാണ് വേണ്ടത്. വകാന ബഅദു സലഫ് യസ്തഹിബ്ബൂന ലിൽ അബ്ദി അൻ യുഖവ്വിയ ഫീ ഹാലി സിഹത്തി ജാനിബൽ ഖൗഫി വഫീ ഹാലത്തിൽ മർളി വഇൻദൽ മൗതി യുഖവ്വി ജാനിബർ റജാ. മുൻഗാമികൾ ചിലരൊക്കെ പറയുന്നു ഈ ഖൗഫും റജാവും ഒരേപോലെ വേണമെന്നല്ലോ, എന്നാൽ ചില സന്ദർഭങ്ങളിൽ വ്യത്യാസം വേണം. നല്ല ആരോഗ്യമുള്ള സമയമാണെങ്കിൽ ഖൗഫ് കുറച്ചധികം വേണം. രോഗിയായി വളരെ അശക്തനായി മരിക്കാൻ പോകുന്ന സമയത്ത് റജാ കൂടുകയും വേണം. കാരണം എന്താണ്? ആരോഗ്യമുള്ള സമയത്താണ് തെറ്റിലേക്ക് പോകാൻ സാധ്യത. അവിടെ ഖൗഫ് കുറച്ച് കൂടിയാൽ നല്ലതാണ്. എല്ലാം കഴിഞ്ഞ് പ്രായമായി ഏതാണ് ദുനിയാവെന്ന് അവൻ പോകാൻ നിൽക്കുകയാണ്, ഇനി അവൻ തെറ്റിലേക്കൊന്നും പോകാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ല. അവിടെ റജാ ആണ് വർദ്ധിക്കുക, രണ്ടും വേണം, പക്ഷെ റജാ കുറച്ച് വർദ്ധിക്കുകയും വേണം. അത് സുന്നത്താണ് എന്ന് മുൻഗാമികൾ ചിലരൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഫതവാസുനുൽ ഖൽബി ബൈനൽ ഖൗഫി വറജാഇ യദ്ഫഉ അലൽ അമലി സ്വാലിഹി വൽ ബുഅദ് അനിൽ മആസി വത്തൗബത്തി മിനദ് ദുനൂബ്. ഭയവും പ്രതീക്ഷയും സന്തുലിതമായി കഴിഞ്ഞാൽ, മനസ്സിൽ ഇത് രണ്ടും സന്തുലിതമായി കഴിഞ്ഞാൽ അത് സ്വാലിഹായ അമലിന് പ്രേരിപ്പിക്കും, തിന്മയിൽ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കും, തൗബ ചെയ്യാനും പ്രേരിപ്പിക്കും. അമ്മ ഇത് ഇഖ്തല്ല തവാസുനുൽ ഖൽബി, എന്നാൽ ആ സന്തുലിതാവസ്ഥക്ക് കോട്ടം സംഭവിച്ചാലോ ഫമാല ഇലാ ജാനിബിൻ വാഹിദിൻ, ഒരു ഭാഗത്തേക്ക് മാത്രം ചായും. ഇതിങ്ങനെ സന്തുലിതമായി പോണെടുത്ത് ഏതെങ്കിലും ഒന്ന് കൂടിയാൽ അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാൽ മറ്റേ ഭാഗത്തേക്ക് ചെരിയും. ഫഇന്ന ഹാദാ മിമ്മാ യുഅത്തിലു ഹർക്കത്തുൽ അമൽ വയുഅൽഖിലു സബീലത് തൗബ വയുഖിഉൽ ഹലാക്. അതോടുകൂടി അമലിലേക്കുള്ള അവൻ്റെ ആ ചലനം അതില്ലാതാക്കും. പിന്നെ അമലിന് ഒരു ആവേശം കിട്ടില്ല. അതോടുകൂടി തൗബയുടെ വഴി അവിടെ അടഞ്ഞു പോകും, ഹലാക്ക് ചെന്ന് അവനെ പതിപ്പിക്കുകയും ചെയ്യും. وفيما قصه الله عن الأمم السابقة التي عطلت جانب الخوف فهل بها عقاب الله خير مذكر لأهل الإيمان. മുൻകാല സമുദായങ്ങൾ റബ്ബിൻ്റെ അദാബിനെ കുറിച്ച് പേടിയില്ലാതായി നിർഭയരായി കഴിഞ്ഞപ്പോൾ അല്ലാഹു ശിക്ഷിച്ചു എന്നുള്ള ഖുർആനിൽ കഥ പറയുന്നു. അത് ഖൈറു മുദക്കിരിൻ, അത് ഏറ്റവും നല്ല ഉത്ബോധനമാണ് സത്യവിശ്വാസികൾക്ക്. ആ ചരിത്രം പറയുമ്പോൾ അത് എന്തിനാ അല്ലാഹു പറഞ്ഞത്? അതിന് പാഠം ഉൾക്കൊള്ളാൻ. എന്ത് പാഠമാണ്? അള്ളാഹിൻ്റെ അദാബിൽ ഭയമില്ലെങ്കിൽ, ഖൗഫില്ലാതായി കഴിഞ്ഞാൽ അവന് അപ്പം പിടികൂടും. അത് ഈമാനുള്ള ആളുകൾക്കുള്ള ഒരു പാഠമാണ്. ഫഹാഹും ഖൗമു ഹൂദിൻ, ഹൂദ് നബിയുടെ സമുദായം അതാ യഖൂലൂന, ഹൂദ് നബിയോട് അവർ പറഞ്ഞു, എന്തു പറഞ്ഞു? സവാഉൻ അലൈനാ അവഅൽത അം ലം തകുൻ മിനൽ വാഇലീൻ. അല്ലയോ ഹൂദ്, നീ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സമമാണ്. നീ പറഞ്ഞിട്ടും കാര്യമില്ല, പരാതി തൊട്ടും കാര്യം, ഞങ്ങളത് സ്വീകരിക്കാൻ പോകുന്നില്ല. ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ, ഇതൊക്കെ പൂർവികന്മാരുടെ സ്വഭാവമല്ലാതെ മറ്റൊന്നുമല്ല. വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയേ ഇല്ല. അങ്ങനത്തെ അദാബൊന്നും ഞങ്ങൾക്ക് വരൂല.
ജിബർത്ത് പറഞ്ഞ് പീഡിപ്പിക്കൊന്നും വേണ്ട, അങ്ങനെ പഠിച്ചോ, ഞങ്ങൾ ശിക്ഷിക്കുകയൊന്നുമില്ല എന്നവർ പറഞ്ഞു. ഫകദ്ദബൂഹു, അങ്ങനെ അവരദ്ദേഹത്തെ കളവാക്കി. ഫഅഹ്ലക്നാഹും, അപ്പോൾ നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ കണ്ടോ, ഞങ്ങൾക്ക് അതാപൊന്നും വരൂല, ഞങ്ങളൊക്കെ അതിന് മാത്രമൊക്കെ എത്രയും മേലുള്ള ആളുകളാണ് എന്ന ആ ഒരു നിർഭയത്വം അതവർ നശിക്കാൻ കാരണമായി മാറി. ഈ കഥ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്തിനാണ്? ഈമാനുള്ള ആളുകൾക്കതിൽ ഒരു പാഠമുണ്ട്. നമ്മൾ സമ്പത്തുണ്ടാകുമ്പോൾ, സൗകര്യമുണ്ടാകുമ്പോൾ, സ്ഥാനമാനമുണ്ടാകുമ്പോൾ, അധികാരമുണ്ടാകുമ്പോഴൊക്കെ അള്ളാഹനെ മറക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഞാനൊക്കെ എത്ര അപ്പുറത്തല്ലേ, എനിക്കൊന്നും ഇപ്പം അങ്ങനത്തെ ഒന്നും വരാനില്ല, അങ്ങനത്തെ നിലകൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് വേണി സ്വന്തമായി സ്വർഗം ഉണ്ടാക്കുന്ന പറഞ്ഞ മനുഷ്യന്മാരുണ്ടല്ലോ. അതൊക്കെ ആ ഒരു അമ്നാണ്, നിർഭയത്വമാണ്. അവരൊക്കെ പാഠമുണ്ട് ഈ മുൻകാല സമുദായങ്ങളുടെ ചരിത്രത്തിൽ. അതോടൊപ്പം ഖൗഫും റജാഉം എന്നത് ഇബാദത്തിൻ്റെ ഏറ്റവും മഹത്വമായ ഇനങ്ങളിൽപ്പെട്ടതാണ് താനും. ഭയവും പ്രതീക്ഷയും മഹത്തായ ഇബാദത്താണ്. യജിബു ഇഖ്ലാസുഹുമാ ലില്ലാഹി അസ്സ വജല്ല, അത് റബ്ബിന് മാത്രമാക്കുകയും വേണം. പ്രതീക്ഷയും ഭയവും പടച്ച റബ്ബിനോട് മാത്രം. വൽ ഇഖ്ലാലു ബിഹിമാ ഇഖ്ലാലുൻ ബിത്തൗഹീദി വ ഇഫ്സാദുൽ അഖീദതി, അതിൽ പെടുന്ന പോരായ്മകൾ തൗഹീദിൽ പെടുന്ന വീഴ്ചകളാണ്, അഖീദയിൽ പെടുന്ന ഫസാദാണ് ഇതിൽ പെടുന്ന വീഴ്ചകൾ, പോരായ്മകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഖൗഫ് റജാവ് പറഞ്ഞു, ഖൗഫിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ പറഞ്ഞു, ത്വബീഇയായ ഖൗഫ് പറഞ്ഞു, അതോടൊപ്പം തഅലീമിൻ്റെ ഭാഗമായി ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്ന ഖൗഫ് പറഞ്ഞു. ആ ഖൗഫ് റബ്ബിനോട് മാത്രമേ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞു. ഖൗഫിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതാണ് റജാഉം മഹബത്തും. ഇത് മൂന്നും കൂടിയിട്ടാണ് പോകേണ്ടത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മഹബത്ത് മാത്രമാണെങ്കിൽ അവൻ സൂഫിയാണ്, ഖൗഫ് മാത്രമാണെങ്കിൽ അവൻ ഖവാരിജാണ്, റജാ മാത്രമാണെങ്കിൽ അവൻ മുർജി ആണ്, മൂന്നും ഒന്നിച്ചാണെങ്കിൽ അവൻ മുഅ്മിനാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞ ഇബാദത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചു പോയി. ഇനി രണ്ടാമത്തെ ഒരു ഷിർക്കിൻ്റെ വഴി അശ്ശിർക്കു ഫിൽ മഹബ്ബ, സ്നേഹത്തിലുള്ള ഷിർക്ക്. മഹബത്തിൽ ഷിർക്ക് വരാം, സ്നേഹിക്കുക. മഹബത്ത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. ആ മഹബത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുമ്പോൾ ഷിർക്കാകുന്ന മേഖലകളുണ്ട്, അല്ലാത്തവയുണ്ട്. നമുക്കാർക്കും അള്ളാഹുവിന് മാത്രമല്ല മൊത്തത്തിൽ സ്നേഹമുള്ളത്. ഉമ്മനെ സ്നേഹിക്കുന്നുണ്ട്, വാപ്പാനെ സ്നേഹിക്കുന്നുണ്ട്, മക്കളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളുമായി ബന്ധപ്പെട്ട പലതിനെയും നമ്മൾ സ്നേഹിക്കാറുണ്ട്. ഇതൊക്കെ ഷിർക്കാണോ? അല്ല. എന്നാൽ ഷിർക്കാകുന്ന ചില മഹബത്തുകളുണ്ട്. അള്ളാഹു അല്ലാത്തവരിലേക്ക് പോയാൽ അത് ഷിർക്കായി മാറും. എന്നാൽ അള്ളാഹുലേക്ക് പോകാൻ അനുവാദമുള്ള മഹബത്തുമുണ്ട്. അത് വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഖുൽനാ ഫീമാ സബഖ്, നാം നേരത്തെ പറഞ്ഞു, ഇന്നൽ ഖൗഫ മിനല്ലാഹി തആല ലാ ബുദ്ദ അൻ യകുന മഖ്റൂനൻ ബിമഹബ്ബതിഹി സുബ്ഹാനഹു. റബ്ബിനോടുള്ള ഭയം റബ്ബിനുള്ള മഹബത്തിൻ്റെ കൂടെ ചേർന്നുണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞു. ഭയം മാത്രം പറ്റിയതാണ്, ഭയത്തിന് കൂടെ റജാ വേണം, അതിൻ്റെ കൂടെ മഹബത്തും വേണം എന്ന് പറഞ്ഞു. ലിഅന്ന തഅബ്ബുദഹു ബിൽ ഖൗഫി ഫഖത്ത്, ഭയം മാത്രം വെച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നത് ഹുവ അസ്ലു ദീനിൽ ഖവാരിജ്, ഖവാരിജുകളുടെ അതും വ്യത്യാസമാണ് വരുന്നുണ്ട്. ഫൽ മഹബത്തു ഹിയ അസ്ലു ദീനിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിലെ അസ്ൽ തന്നെയും മഹബത്താണ്. ദീനുൽ ഇസ്ലാമിലെ അസ്ല് അള്ളാഹിനെ സ്നേഹിക്കുക, നബിയെ സ്നേഹിക്കുക, അവരുടെ കൽപ്പന സ്നേഹിക്കുക, ഇതാണ് അസ്ൽ തന്നെയും. ദീനിൻ്റെ അസ്ൽ തന്നെ മഹബത്താണ്. അല്ലദി തദൂറു അലൈഹി റഹാഹു, അതിലാണ് ഈ ഇസ്ലാമിൻ്റെ ഈ വലയം മൊത്തം കറങ്ങുന്നത്. ഫബികമാലി മഹബത്തില്ലാ യക്മുലു ദീനുൽ ഇസ്ലാം, അള്ളാഹുള്ള മഹബത്ത് എത്ര കാമിലാകുന്നുവോ, പൂർത്തിയാകുന്നുവോ, ആ തോതനുസരിച്ച് അവിടെ ദീനും പൂർത്തിയാകും. വബിനഖ്സിഹാ യൻഖുസു തൗഹീദുൽ ഇസ്ലാം, അള്ളാഹുള്ള സ്നേഹം കുറയുമ്പോൾ ഒരാളുടെ തൗഹീദും കുറയും. അള്ളാഹുടെ സ്നേഹം കൂടുമ്പോൾ ഒരാളുടെ ദീൻ പൂർണ്ണമായി മാറും. ആ സ്നേഹം കുറയുന്നതനുസരിച്ച് അയാളുടെ ദീന് കുറയുകയും ചെയ്യും. ഇബാദത്ത് ചെയ്യാൻ നമുക്ക് എങ്ങനെ പ്രചോദനമാവുക? അള്ളാഹിന് ഇഷ്ടമുണ്ടാകുമ്പോൾ. പടച്ച റബ്ബിനെ വലിയ ഇഷ്ടമാണെങ്കിൽ അവരോട് പ്രാർത്ഥിക്കാൻ ഇഷ്ടമായി മാറും, സുജൂദ് കളിക്കാൻ ഇഷ്ടമായി മാറും, നിസ്കരിക്കാൻ ഇഷ്ടമായി മാറും, അള്ളാഹിൻ്റെ കിതാബ് പാരായണം ചെയ്യാൻ ഇഷ്ടമായി മാറും, അള്ളാഹിൻ്റെ പള്ളിക്ക് പോകാൻ ഇഷ്ടമായി മാറും, ദീനിൻ്റെ സദസ്സിലേക്ക് വരാൻ ഇഷ്ടമായി മാറും. അള്ളാഹിൻ്റെ ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞാലോ ഇതിനോടൊക്കെ ഇഷ്ടങ്ങൾ സ്വാഭാവികമായും കുറഞ്ഞു വരും. ഒരാളെ ദീൻ പൂർത്തിയാകണമെങ്കിൽ റബ്ബിനോട് പൂർണ്ണമായ സ്നേഹം ഉണ്ടാവണം. ഇനി വൽ മുറാദു ബിൽ മഹബ്ബത്തി ഹുനാ, ഇവിടെ പറഞ്ഞ മഹബത്തിൻ്റെ ഉദ്ദേശം ഏത്? പടച്ച റബ്ബിനോട് മാത്രം ഈ സ്നേഹം ഉണ്ടല്ലോ,
അത് ഏതാണ്? അത് മഹബ്ബത്തുൽ ഉബൂദിയ്യ, ഉബൂദിയ്യത്തിൻ്റെ സ്നേഹമാണ്. അബ്ദാവുക, അടിമയാവുക എന്ന അർത്ഥത്തിലുള്ള സ്നേഹമാണ്. അൽ മുസ്തൽസിമത്തി ലിദ്ദുല്ലി വൽ ഖുദൂഇ വകമാലി ത്വഅതി വഈസാലിൽ മഹ്ബൂബി അലാ ഗൈരിഹി. ആ മഹബ്ബത്ത് ലാസിമാക്കും. എന്തിനെ? റബ്ബിന് കീഴൊതുങ്ങാൻ, ആ റബ്ബിന് പൂർണ്ണമായും വിനയപ്പെടാൻ, ആ റബ്ബിനോട് പരിപൂർണമായും അനുസരിക്കുവാൻ, മറ്റെന്തിനേക്കാളേറെ ആ മഹബൂബായ തനിക്ക് പ്രിയപ്പെട്ട റബ്ബിനെ അവൻ തിരഞ്ഞെടുക്കുവാൻ ഒക്കെ പ്രേരിപ്പിക്കുന്ന സ്നേഹം. അതാണ് ഈ പറഞ്ഞ ഉബൂദിയ്യത്തിൻ്റെ സ്നേഹം. എല്ലാ സ്നേഹവും ഒരാളെ വഴിപ്പെടാൻ പ്രേരിപ്പിക്കണമെന്നില്ല. നമുക്കൊരാൾ സ്നേഹമുണ്ട്, ആ സ്നേഹങ്ങളോട് മാത്രം അയാൾ പറഞ്ഞൊക്കെ സ്വീകരിക്കണമെന്നില്ല, അത് കീഴ്പ്പെടണമെന്നില്ല. അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം വരും. അപ്പം പടച്ച റബ്ബിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പടച്ച റബ്ബിനെ അനുസരിക്കുവാൻ, പടച്ച റബ്ബിനെ കീഴൊതുങ്ങുവാൻ, പടച്ച റബ്ബിനെ പൂർണ്ണമായും വഴിപ്പെടാൻ എല്ലാം പ്രേരിപ്പിക്കുന്ന സ്നേഹമാണ് അള്ളാഹിനോടുള്ള സ്നേഹമാവേണ്ടത്. ഫഹാദിഹിൽ മഹബ്ബത്തു ഖാലിസത്തുൻ ലില്ലാഹ്. ഈ സ്നേഹം പടച്ച റബ്ബിന് മാത്രമായി കൊടുക്കേണ്ടതാണ്. ലാ യജൂസു അൻ യുശ്റക മഅഹു ഫിഹാ അഹദുൻ. അതിൽ അള്ളാഹിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ പറ്റുകയില്ല. ലഅന്നൽ മഹബ്ബത ഖിസ്മാനി. കാരണം മഹബ്ബത്ത് രണ്ട് ഇനമാണ്. ഒന്ന് മഹബ്ബത്തുൻ മുഖ്തസ്സ, ഒന്ന് ഖാസ്സായ പ്രത്യേകമായ മഹബ്ബത്ത്, പ്രത്യേകമായ സ്നേഹം. വഹിയ മഹബ്ബത്തുൽ ഉബൂദിയ്യ. അതാണ് ഈ പറഞ്ഞ ഉബൂദിയ്യത്തിൻ്റെ സ്നേഹം. അല്ലത്തി തസ്തൽസിമു കമാലൽ ദുല്ലി വത്വഅതി ലിൽ മഹ്ബൂബി വഹാദിഹി ഖാസത്തുൻ ബില്ലാഹി സുബ്ഹാനഹു വതആല. അത് പടച്ച റബ്ബിന് ഖാസ്സായി ഉള്ള അല്ലാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. വൽ ഖിസ്മു സാനി. രണ്ടാമത്തേതോ മഹബ്ബത്തുൻ മുസ്തരിക, പൊതുവായി എല്ലാവർക്കും കൊടുക്കാവുന്ന പൊതുവായ സ്നേഹം. അല്ലാഹ്ക്കുമുണ്ട്, അല്ലാത്തവർക്കുമുണ്ട്, അങ്ങനെയുള്ള സ്നേഹം. അത് രണ്ടാമത്തെ സ്നേഹം. വഹിയ സലാസു അൻവാഇൻ. അത് 3 തരമാണ്. ഒന്ന് മഹബ്ബത്തുൻ ത്വബീഇയ്യ, പ്രകൃതിയാലുള്ള സ്നേഹം. അത് പ്രത്യേകം നമ്മൾ സ്നേഹിക്കൊന്നും വേണ്ട. ഒരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടായിവിടുന്ന ഇഷ്ടങ്ങളുണ്ട്. ഏതാണ് ഉദാഹരണം? ക മഹബ്ബത്തുൽ ജാഇഇ ലിത്വഅം. വിശന്നാൽ ഭക്ഷണം കഴിക്കാൻ ഒരു താല്പര്യം വരും. അത് നമ്മൾ നിയ്യത്ത് ചെയ്താണ് ആലോചിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫുഡിൻ്റെ സ്മെല്ലിന് വന്നാൽ വാടാ ഒന്ന് കയറി വെക്കുക, തിന്നു പോകാം. ആ ഭക്ഷണത്തോടൊരു ഇഷ്ടം അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അത് മനുഷ്യന് വേണ്ടാക്കാൻ പറ്റൂല. അത് ജാതി മതം നോക്കിയിട്ടൊന്നും ആവില്ല. അത് മനുഷ്യന് സ്വാഭാവികമായി വരുന്ന പ്രകൃതിയാലുള്ള ഒരു സ്നേഹമാണ്. 2 മഹബ്ബത്തു ഇഷ്ഫാഖിൻ, കാരുണ്യത്തിൻ്റെ സ്നേഹം. ക മഹബ്ബത്തിൽ വാലിദി ലി വലദിഹി, മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന സ്നേഹം. അതൊരു വാത്സല്യം, കാരുണ്യത്തിനിഷ്ടമായ സ്നേഹമാണ്. അതും പ്രകൃതി തന്നെയാണ്. അതിന് കൽപ്പിച്ചോട് ഉരുട്ടും. അള്ളാഹിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കുക നിലക്കാവുമ്പോൾ അന്ന ഉൽസാലിസ് മഹബ്ബത്തു ഉൻസിൻ വ ഉൽഫിൻ. ഒരാളും ആളെ ചങ്ങാത്തം, സഹവാസം, അതുകൊണ്ട് വരുന്ന സ്നേഹമുണ്ടാവും. നമ്മൾ ഒരു ക്ലാസ്മേറ്റാണ്, അത് നമ്മളൊരു കൂട്ടുകാരനാണ്, സുഹൃത്താണ്, അവരോട് സ്നേഹം ഉണ്ടാവും. ക മഹബ്ബത്തി ശരീക്കി ലി ശരീക്കിഹി. ഒരു ശരീക്ക് പാർട്ട്ണർ തൻ്റെ പാർട്ട്ണർ സ്നേഹിക്കുന്ന പോലെ. വ സ്വദീഖി ലി സ്വദീഖിഹി. ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്ന പോലെ. ഇതൊക്കെ എന്താണ്? സ്വാഭാവികമായി വരുന്ന സ്നേഹങ്ങളാണ്. വഹാദിഹിൽ മഹബ്ബ, ഈ സ്നേഹം ബി അഖ്സാമിഹ അസ്സലാസ, ഈ 3 ഇനങ്ങളും ലാ തസ്തൽസിമു അത്തഅലീമ വദ്ദുല്ല. അതുണ്ടായത് കൊണ്ട് മാത്രം ഒരാളെ ബഹുമാനിക്കണം എന്നില്ല. ഈ സ്നേഹം ഉള്ളതുകൊണ്ട് ഒരാൾക്ക് ബഹുമാനം ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ബഹുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്നേഹം ഉണ്ടാകാം, എന്നാൽ ആ സ്നേഹം കൊണ്ട് ബഹുമാനം വരിക എന്നുള്ള നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അവന് വിധേയപ്പെടുക, കീഴ്പ്പെടുക, അത് ഉണ്ടാവണമെന്നില്ല. വലാ യുആഖദു അഹദുൻ ബിഹാ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരാളെയും പിടികൂടപ്പെടുകയുമില്ല. ഈ സുഹൃത്തിനെ സ്നേഹിച്ചു, അയൽവാസിയെ സ്നേഹിച്ചു, മക്കളെ സ്നേഹിച്ചു, ഒരു ഭക്ഷണത്തിന് വലിയ സ്നേഹമായി മാറി, തൻ്റെ വണ്ടിയെ സ്നേഹിച്ചു, ഒക്കെ ഉണ്ടാവും. നാടിനെ സ്നേഹിക്കുന്നു, ഇതുകൊണ്ട് പേരിൽ അവന് കുറ്റമുണ്ടോ? ഇല്ല. ഇത് അള്ളാഹ് കൊടുക്കാൻ പറ്റുന്ന സ്നേഹമല്ല. ഇത് മനുഷ്യന് സ്വബീഇയായി പ്രകൃതിയാൽ അവനുള്ള അവന് ഊട്ടപ്പെട്ട സ്നേഹമാണ്. അതില്ലാന്ന് വേണ്ടെന്ന് വെക്കാൻ മനുഷ്യനെ പറ്റൂല. അത് ഒരു സ്വാഭാവികമായി ഉണ്ടായി വരുന്ന സ്നേഹമാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതെന്താ? വലാ തുസാഹിമുൽ മഹബ്ബത്തുൽ മുഖ്തസ്സ. അള്ളാഹ്ക്ക് മാത്രമുള്ള സ്നേഹം, അതിന് എതിരായ കാര്യമല്ല ഈ സ്നേഹം. ഫലാ യകൂനു വുജൂദുഹാ ശിർക്കൻ. ഇതുണ്ടായി എന്നുകൊണ്ട് ശിർക്കാവുകയുമില്ല. ലാകിൻ, പക്ഷേ ലാ ബുദ്ദൻ തകുന മഹബ്ബത്തുൽ മുഖ്തസ്സതു മുഖദ്ദിമതൻ അലൈഹാ. പക്ഷേ അള്ളാഹ്ക്ക് ഖാസായ സ്നേഹം
അതിനാവണം ഇതിനേക്കാൾ മുൻതൂക്കം. അപ്പം അള്ളാഹിന് ഇഷ്ടമുണ്ട്, സുഹൃത്തിനെയും ഇഷ്ടമുണ്ട്. അള്ള പറഞ്ഞ കാര്യത്തിൽ ഇതായി സുഹൃത്ത് പറഞ്ഞു, അപ്പം ഏതെടുക്കേണ്ടത്? അള്ള പറഞ്ഞു. സംഗതി എനിക്കത് വലിയ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ ക്ലോസ് ആണ്, നമ്മൾ തമ്മിൽ പാർട്ട്നേഴ്സാണ്, പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് നിർവാഹമില്ല എന്നോട് പറയും. ഇല്ല, അത് അള്ള പറഞ്ഞതിനെ മുന്തിക്കുക എന്നാണ് വേണ്ടത്. ചിലപ്പോൾ മുന്തിക്കുക തന്നെ ആയിരിക്കും, പക്ഷെ മറ്റു ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇത് പ്രാവർത്തികമാക്കിക്കൂടെ, വേറെ കാര്യം. അപ്പം പടച്ച റബ്ബിലുള്ള മഹബത്താണ് മറ്റേത് മഹബത്തിനേക്കാളും മുന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉമ്മയും ബാപ്പയും ശിർക്ക് ചെയ്യാൻ പറഞ്ഞാലും ഫലാത്തു തെഴുഹുമ. റിയാവോ? റിയാവ് വരാം, പലതും വരാം, അതിന് പാപങ്ങൾ വരാം, തെറ്റുകൾ വരാം, ശിർക്ക് വരെ വരാം. അത് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും, എല്ലാം ഒരേപോലെ അല്ല. അപ്പം മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാലും ഫലാത്തു തെഴുഹുമ. സാധാരണ മഹബത്തുണ്ടെങ്കിൽ ഇത്വാഴത്ത് വരും. ഒരാളുടെ ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ അനുസരിക്കും, സ്വാഭാവികമാണല്ലോ. ആരായാലും നമുക്ക് ഇഷ്ടമുണ്ട്, അപ്പോൾ അയാൾ പറഞ്ഞാൽ ചെയ്യുക, അത് പറഞ്ഞാൽ അനുസരിക്കുക, അത് സ്വാഭാവികമാണ്. അള്ളാഹുള്ള മഹബത്ത് അള്ളാഹ് ഇത്താഴത്ത് നിർബന്ധമാക്കുന്നുണ്ട്. ആരെ മഹബത്തുണ്ടെങ്കിലും മഹബത്തിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് ഇത്താഴത്ത്. പക്ഷെ അള്ളാഹുള്ള മഹബത്ത് മുഖദ്ദമായാൽ, ഇതിനേക്കാൾ മുൻതൂക്കമുണ്ടായിക്കഴിഞ്ഞാൽ, അള്ളൊരു കാര്യം പറഞ്ഞു അതിനെതിരെ മറ്റോ പറഞ്ഞു, അപ്പോൾ അള്ളാഹ് പറഞ്ഞതിനെ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാലും ഫലാ തുതിഉഹുമാ, ഇത്വാഴത്തില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, എന്നാൽ നല്ലക്ക് മാന്യമായി അവരുമായി സഹവസിച്ചോ. സഹവാസം പറ്റും, ഇത്വാഴത്ത് പറ്റൂല. കാരണം അള്ളാഹ് ഇത്വാഴത്തിനെതിരാണ്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖിന് എതിരാകുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂഖിനോടും അനുസരണയില്ല, അത് വിട്ടു. അങ്ങനെ അവിടെ മുഖദ്ദം, മുന്തിക്കപ്പെടുന്ന സ്നേഹം സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ്. വൽ മഹബത്തുൽ മുഖ്തസ്സ, ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ള സ്നേഹം. ഈ മഹബത്തുൽ ഉബൂദിയ്യ എന്ന് പറഞ്ഞാൽ ഉബൂദിയ്യത്തിൻ്റെ സ്നേഹം, അത് ഹിയൽ മദ്കൂറത്ത് ഫീ ഖൗലിഹി തആല, അതാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വമിൻ നാസി മൻ യത്തഖിദു മിൻ ദുനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ചില ആളുകളുണ്ട് ജനങ്ങളിൽ, അവർ ചില പങ്കുകാരെ സ്വീകരിച്ചിരിക്കുന്നു. യുഹിബ്ബൂനഹും, ആ പങ്കുകാരെ അവർ സ്നേഹിക്കുന്നു. കഹുബ്ബില്ലാഹ്, അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ പങ്കുകാരെ സ്നേഹിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്നാൽ വല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് മഹബത്ത് കൂടുതൽ അള്ളാഹുവിനോടാകുന്നു. അതേതാ മഹബത്ത്? ഉബൂദിയ്യത്തിൻ്റെ മഹബത്ത്, ഖാസായ മഹബത്ത്. അപ്പം ശരീക്കിനെ സ്വീകരിച്ചാൽ ആ ശരീക്കിലേക്ക് മഹബത്ത് പോവും. ഒരു പങ്കുകാരുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ആരാധ്യനുണ്ടായിക്കഴിഞ്ഞാൽ ആ ആരാധ്യനെ സ്നേഹിക്കും, സ്വാഭാവികമാണ്. അത് ഏതായാലും ഹക്കായ ആരാധന അള്ളയാണെങ്കിലും ഈ ബാത്തിലായ ആരാധനാണെങ്കിലും ശരി, ആൾ ദൈവങ്ങളെ, അതേപോലെ സിദ്ധന്മാർ, ബിവിമാർ, തങ്ങന്മാർ, അവിടെയൊക്കെ സ്വാഭാവികമായും സ്നേഹം വരുമ്പോൾ അവരൊക്കെ ഒരു വിജയത്വം, ഒരു വിനയപ്പെടൽ അവിടെ ഉണ്ടാവും. അതെന്താണ്? ഇബാദത്തിൻ്റെ ഭാഗമായ സ്നേഹമാണ്. അതിൽ ഒരു ഉബൂദിയ്യത്ത് അവിടെ വരുന്നുണ്ട്. അത് പറ്റൂല, അത് അല്ലാണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഉബൂദിയ്യത്തിൻ്റെ മഹബത്ത് പടച്ച റബ്ബിനോട് മാത്രം. അതെ, അതിക്ക് പോവും. കാരണം അവർ പറഞ്ഞിട്ട് ഒക്കെ കിട്ടി, ഓരോ വാക്കുകൊണ്ട് ശരിയായി, അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മഹബത്ത് അവിടേക്ക് പോവും. അതാണ് അവർ അന്താദിനെ സ്വീകരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ആ പങ്കുകാരെ അവർ സ്നേഹിക്കുന്നു. ഒന്നുമില്ല, ഹക്കാണ്, ഈഗല്ല, ഇതാണ് കാരണം. അതാണ് ഹക്കാണ്. കാരണം അങ്ങനത്തെ ഒരാൾ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ മഹബത്ത് വരും, അവിടെ ദില്ലത്ത് വരും, അവിടെ തഅലീമ് വരും, അവിടെ ഇത്വാഅത്ത് വരും. അതില്ലാതെ സ്നേഹിക്കാൻ കഴിയില്ല. അതില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹം ഏതേ ഉള്ളൂ? ത്വബീഇയായതേ ഉള്ളൂ, പ്രകൃതിയാണ് സ്നേഹം, അതേ ഉള്ളൂ. മറ്റേ സ്നേഹം എന്താണ്? ഉബൂദിയ്യത്തിൻ്റെ സ്നേഹമാണ്. അത് ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയപ്പെട്ടതൊക്കെ ലാസിമാണ്. അവിടെ ആ സ്നേഹം അള്ളാഹിനോടെ പറ്റുള്ളൂ. കാരണം അള്ളാഹ്ക്ക് അർഹത ഉള്ളൂ, അവനാണ് സൃഷ്ടാവ്. അല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹ്ക്ക് പുറമെ അന്താദിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് യുഹിബ്ബൂനഹും, ആ അന്താദിനെ സ്നേഹിക്കുന്നു. കഹുബ്ബില്ലാഹ്, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ പടച്ചവരോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാകുന്നു. ഖാലൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇതായിട്ട് വരും. ഖാലൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അലാ ഹാദിഹിൽ ആയ, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഇബ്നു ഖയ്യിം പറയുന്നു, അഖ്ബറ തആല അന്ന മൻ അഹബ്ബ മിൻ ദുനില്ലാഹി ശൈഅൻ കമാ യുഹിബ്ബുല്ലാഹ തആല. അതെ, അത് രണ്ടൊന്നല്ല. ഈ ആയത്ത് അല്ലാഹ് പറയുന്നു, അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ ഒരാൾ വല്ലതിനെയും സ്നേഹിച്ചാൽ ഫഹു മിമ്മൻ ഇത്തഖദ മിൻ ദുനില്ലാഹി അൻദാദൻ ഫിൽ ഹുബ്ബി വത്തഅദീം, ഹുബ്ബ് തഅദീമിൽ അവൻ ഒരു പങ്കുകാരനെ സ്വീകരിച്ചവനാകുന്നു. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട മഹബത്ത് ഒരു പടപ്പിനെ കൊടുത്താൽ അതിനർത്ഥം ആ പടപ്പിനെ ഈ വിഷയത്തിൽ അവൻ അള്ളാഹ്ക്ക് പങ്കുകാരനാക്കി, മഹബത്തും തഅദീമിലും അവൻ പങ്കുകാരനെ സ്വീകരിച്ചു എന്നാണ് ഈ ആയത്തിൽ നിന്ന് കിട്ടും. കാരണം എന്താ, ജനങ്ങൾ ചിലരുണ്ട് മൻ യത്തഖിദു മിൻ ദുനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് എന്ന് അള്ളാഹ് പറഞ്ഞത്. വഖാല ഇബ്നു കസീർ റഹിമഹുല്ലാഹ് യദ്കുറു തആല ഹാലൽ മുശ്രിക്കീന ഫിദ്ദുനിയ വമാ ലഹും ഫിൽ ആഖിറതി മിൻ അദാബി വന്നകാൽ. മുശ്രിക്കീങ്ങൾക്ക് ദുനിയാവിലെ അവസ്ഥയും പരലോകത്തുള്ള അദാബുമാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഹൈസു ജഅലു ലില്ലാഹി അൻദാദൻ, അവർ അള്ളാഹ്ക്ക് പങ്കുകാരെ സ്ഥാപിച്ചു. ഐ അംസാലൻ വനുളറാഅ, തുല്യന്മാരെ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, എന്നാൽ അവർ സ്നേഹിക്കുന്നു കഹുബ്ബില്ലാഹ്, അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ. ഐ യുസാവൂനഹും ബില്ലാഹി ഫിൽ മഹബ്ബത്തി വത്തഅലീം, മഹബ്ബത്ത് തഅലീമിൽ ഇവരെ അള്ളാഹിനോട് തുല്യപ്പെടുത്തുന്നു. വഹാദല്ലി ഖാലഹു ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു കസീർ പറഞ്ഞ ഇതേ ആശയമാണ് ഹുവ ഇഖ്തിയാറു ശൈഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതാണ് ഇബ്നു തൈമിയ്യയും തിരഞ്ഞെടുത്ത അഭിപ്രായം. കമാ ഹക്കല്ലാഹു അലൈഹി തസ്ബിയത അൻഹും ഫി ഖൗലിഹി തആല, മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞു, പരലോകത്ത് വെച്ച് ഇവർ പറയും, അള്ളാഹ്ക്ക് പുറമെ ആരാധനമാരെ സ്വീകരിച്ച ആളുകൾ നാളെ പരലോകത്ത് പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, പടച്ച റബ്ബാണ് സത്യം, ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ വഴികേടിലായി പോയല്ലോ. ഇതിനുസവ്വീകും ബി റബ്ബിൽ ആലമീൻ, നിങ്ങൾ റബ്ബുൽ ആലമീനോട് തുല്യമാക്കിയതിനാൽ. ആ തുല്യമാക്കൽ എന്താണ്? മഹബത്തിലാണ്. അല്ല അള്ളാഹിനെ പോലെ വേറെ അല്ലാണ്ടെന്ന് വിശ്വസിച്ചല്ല. അതായത് മഹബത്ത് തഅലീമിൽ നിങ്ങൾ ഞങ്ങൾ അള്ളാഹിനോട് തുല്യമാക്കിയല്ലോ. മറ്റൊരായത്തിൽ കാണാം, സുമ്മല്ലദീന കഫറു ബി റബ്ബിഹിം യഅദിലൂൻ, അവിശ്വസിച്ചവർ റബ്ബിനോട് തുല്യപ്പെടുത്തുകയാകുന്നു. ആ തുല്യപ്പെടുത്തൽ ഏതാണ്? മഹബത്തിലുള്ള തുല്യപ്പെടുത്തലാണ്. വഖൗലുഹു തആല വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന് പറഞ്ഞല്ലോ. വിശ്വാസികൾ അള്ളാഹിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. അവിടെ എന്താ ഉദ്ദേശം? ഐ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് മിൻ അസ്ഹാബിൽ അൻദാദി ലില്ലാഹ്, ഈ പങ്കു ചേർത്ത ആളുകൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ട്, എന്നാൽ അതിലേറെ അള്ളാഹിനെ ഇഷ്ടമുണ്ട് ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. പങ്കുകാരെ സ്വീകരിച്ച് പങ്കുകാരെ സ്നേഹിക്കുന്ന ആളുകൾ അള്ളാഹിനെ ഒഴിവാക്കിക്കണോ? ഇല്ല. ഇവിടെ അള്ളാഹിനെ സ്നേഹിക്കുന്നു, പങ്കുകാരെയും സ്നേഹിക്കുന്നു. അവർക്ക് അള്ളാഹിനോട് എത്ര സ്നേഹമുണ്ടോ അതിലേറെ സ്നേഹമുള്ളവരാണ് അള്ളാഹുവിനോട് മുഅ്മിനീങ്ങൾ എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം വഖീല അശദ്ദു ഹുബ്ബൻ ലില്ലാഹി മിൻ അസ്ഹാബിൽ അൻദാദി ലി അൻദാദിഹിം, പങ്കു ചേർത്തവർക്ക് ആ പങ്കുകാരൻ ഇഷ്ടമാണ്, എന്നാൽ അതിലേറെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമാണ്. അവർ ലാത്തയെ എത്ര സ്നേഹിക്കുന്നുവോ, ഉസ്സയെ എത്ര സ്നേഹിക്കുന്നുവോ അതിലേറെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വ്യാഖ്യാനം. ലാത്തയും ഉസ്സയും സ്വീകരിച്ചവർ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, ലാത്തയും സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹിനുള്ള സ്നേഹത്തേക്കാൾ ഏറെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് ഒരു തഫ്സീർ. മറ്റൊന്ന്, അവർക്ക് ലാത്തയുള്ള സ്നേഹത്തേക്കാൾ ഏറെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് മറ്റൊരു തഫ്സീർ. ഫദല്ലത്തിൽ ആയത്തു അലാ അന്ന മൻ അഹബ്ബ ശൈഅൻ കഹുബ്ബില്ലാഹ് ഫഖദ് ഇത്തഖദഹു നിദ്ദൻ ലില്ലാഹ്. അതുകൊണ്ട് ഒരു വസ്തുവിനെ വല്ലവനും സ്വീകരിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ, എങ്കിൽ അത് നിദ്ദാണ്, പങ്കുകാരനാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഖാല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വഫീഹി അന്ന മൻ ഇത്തഖദ നിദ്ദൻ, വല്ലവനും ഒരു പങ്കുകാരനെ സ്വീകരിച്ചാൽ തുസാവി മഹബ്ബത്തുഹു മഹബ്ബത്തല്ലാഹ്, അതിനോടുള്ള ഇവന്റെ ഇഷ്ടം, സ്നേഹം അള്ളാഹിനോടുള്ള ഇഷ്ടം പോലെ തന്നെയാണ് എങ്കിൽ ഫഹുവ ശിർക്കുൽ അക്ബർ, അത് വലിയ ഷിർക്കാകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം മഹബത്തിൽ ഷിർക്ക് വരും, അല്ലാതെ രണ്ട് ഇലാഹുണ്ട് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്ക്. സ്നേഹത്തിൽ വരെ ഷിർക്ക് വരും. ഒന്ന് നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, ഒന്നുമില്ല, ആ പങ്കാളിക്ക് വേണ്ടി ഒരെന്തേ ഉള്ളൂ, സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലും ഷിർക്ക് വരാമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്നെ അത് എന്ത് ബോധ്യമുണ്ടാവും? അയാൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കും, ചോദ്യമൊന്നും ഉണ്ടാവില്ല. അയാൾ എന്തു പറഞ്ഞാലും ഒക്കെ അതേപടി അംഗീകരിക്കും, അവനോട് വിധേയപ്പെടും, താഴ്മ കാണിക്കും.
അവന് ഇത്വാഴത്തെ അനുസരണം ഉണ്ടാകും. അതൊക്കെ അതിന് ലാസിമായ കാര്യമാണ്. വഖുൽനാ ഖരീബൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന മഹബത്തുല്ലാഹി അല്ലത്തി ഹിയ മഹബത്തുൽ ഉബൂദിയ്യ, അള്ളാഹുവിന്റെ സ്നേഹം എന്നത് ഉബൂദിയ്യത്തിന്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞല്ലോ. അത് യജിബു അൻ തുഖദ്ദമ അലൽ മഹബത്തിൽ ലൈസത്തുൽ ഉബൂദിയ്യ വഹിയൽ മഹബത്തുൽ മുശ്തറക. ഉബൂദിയ്യത്ത് അല്ലാത്ത സ്നേഹം, പലരോടും ഉണ്ടാകാവുന്ന സ്നേഹം, അതിനേക്കാളും മുന്തിക്കണം ഉബൂദിയ്യത്തെ സ്നേഹം എന്ന് പറഞ്ഞല്ലോ. അതായത് മഹബത്തുൽ ആബായി വല ഔലാദി വല അസ്വാജി വല അംവാലി, പിതാക്കളെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, ഇണകളെ സ്നേഹിക്കുന്നു, സമ്പത്തിനെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തേക്കാൾ ഉണ്ടാവേണ്ട സ്നേഹം പഠിച്ചവനോടുള്ള സ്നേഹമാണ്. കാരണം ലന്നല്ലാഹ തവഅദ മൻ ഖദ്ദമ ഹാദിഹിൽ മഹബ്ബത അലാ മഹബ്ബത്തില്ലാഹ്, ഈ സ്നേഹങ്ങളെ റബ്ബിനോടുള്ള സ്നേഹത്തേക്കാൾ മുന്തിച്ചവനെ അള്ളാഹു താക്കീത് ചെയ്തിട്ടുണ്ട്. അള്ളാഹിനേക്കാൾ ഇഷ്ടം ബാപ്പയോടാണെങ്കിൽ, മക്കളോടാണെങ്കിൽ, സമ്പത്തിനോടാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ അള്ളാഹു തആല അതിന് താക്കീത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ കാണാം, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. 8 കാര്യം പറഞ്ഞു അല്ലാഹ്. ആ 8 കാര്യമാണ് ഈ 3 കാര്യത്തേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. ഏതാണ്? ഖുൽ ഇൻ കാന ആബാഉക്കും, ഒന്ന് നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വഅബ്നാഉക്കും മക്കളാണെങ്കിൽ, വഇഖ്വാനുക്കും സഹോദരന്മാരാണെങ്കിൽ, വഅസ്വാജുക്കും ഇണകളാണെങ്കിൽ, വഅശീറത്തുക്കും അടുത്ത ബന്ധുക്കളാണെങ്കിൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളാണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നട്ടം ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടമാണെങ്കിൽ, വമസാകിൻ തർളൗനഹാ തൃപ്തിപ്പെട്ട നിങ്ങളുടെ വീടുകളാണെങ്കിൽ. അപ്പം പിതാക്കള്, മക്കള്, സഹോദരങ്ങള്, ഇണകള്, ബന്ധുക്കള്, സമ്പത്ത്, കച്ചവടം, വീടുകൾ, ഈ 8 കാര്യമാണെങ്കിൽ, എന്താണെങ്കിൽ അഹബ്ബ ഇലൈക്കും, അതാണ് ഇഷ്ടമെങ്കിൽ, മിനല്ലാഹി വറസൂലിഹി അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും, വജിഹാദിൻ ഫീ സബീലിഹി റബ്ബിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിനേക്കാളും ഇഷ്ടം ഈ 8 കാര്യങ്ങളാണെങ്കിൽ ഫതറബ്ബസു നിങ്ങൾ കാത്തിരുന്നോ, ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി പടച്ച റബ്ബ് അവന്റെ തീരുമാനം കൊണ്ടുവരും, അതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ഖൗമിനെ അല്ലാഹു തആല നിർമാർഗ്ഗത്തിലാക്കുകയില്ല. അപ്പം 8 കാര്യം പറഞ്ഞിട്ട് ആ 8മാണ് ഈ 3 കാര്യത്തേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എങ്കിൽ റബ്ബിൻ്റെ അദാബ് വരാനുണ്ട്, കാത്തിരുന്നോളി എന്ന് പറഞ്ഞത്. അപ്പം എന്ത് മനസ്സിലായി? ആ 8 കാര്യം സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ല, സ്നേഹിക്കാം. പക്ഷെ ആ സ്നേഹം എന്താകാൻ പാടില്ല? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അതാകാൻ പറ്റും. അള്ളാഹിനേക്കാളും ഇഷ്ടം ഇതാകാൻ പറ്റില്ല. നിങ്ങൾ വാപ്പാനെ സ്നേഹിച്ചാൽ കുറ്റമായി പറഞ്ഞിട്ടില്ല, കച്ചവടം സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, സമ്പത്ത് ഇഷ്ടമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇഷ്ടപ്പെടാം, സ്വാഭാവികമാണ്. പക്ഷെ ആ ഇഷ്ടത്തേക്കാൾ മുന്തിക്കേണ്ടത് റബ്ബിനോടുള്ള ഇഷ്ടമാണ്, റസൂലിനോടുള്ള ഇഷ്ടമാണ്, ആ റബ്ബിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദിനോടുള്ള ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാകാവൂ എന്നർത്ഥം. ആബാഉക്കും മാതാപിതാക്കൾ പെട്ടല്ലോ. ഫതവഅദ സുബ്ഹാനഹു മൻ ഖദ്ദമ ഹാദിഹിൽ മഹ്ബൂബാത്തി സമാൻ, ഈ 8 പ്രിയപ്പെട്ടവയെ വല്ലവനും മുന്തിച്ചാൽ അലാ മഹബ്ബത്തില്ലാഹി വറസൂലിഹി അള്ളാഹുള്ള ഇഷ്ടത്തേക്കാളും റസൂലുള്ള ഇഷ്ടത്തേക്കാളും വൽ അഅ്മാലിലത്തി യുഹിബ്ബുഹാ അള്ളാഹ് ഇഷ്ടപ്പെട്ട അമലുകളോടുള്ള താല്പര്യത്തേക്കാളും ഒക്കെ ഈ 8 മുന്തിച്ചാൽ എന്താണ് അവന് അള്ളാഹ് തവഅദ അവൻ താക്കീത് ചെയ്തു. എന്നാൽ വലം യതവഅദ് അള്ളാഹ് താക്കീത് ചെയ്തില്ല അലാ മുജറദി ഹുബ്ബി ഹാദിഹിൽ അശ്യാ, ഈ കാര്യങ്ങൾ സ്നേഹിച്ചാൽ തന്നെ താക്കീതുണ്ടോ? ഇല്ല. ഇതൊന്നും സ്നേഹിക്കാൻ പാടില്ല, ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ അലാബുണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇത് മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. അത് അവനതിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമൊന്നുമില്ല. അത് സ്നേഹിക്കാനും സ്നേഹിക്കാതിരിക്കാനും പറ്റുന്ന ഒന്നല്ല. സ്വന്തം ഉമ്മയോട് വാപ്പയോട് എന്തായാലും മനുഷ്യൻ സ്വാഭാവികമായും ഒരു സ്നേഹം വരും. അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, അത് പ്രകൃതിയുടെ ഭാഗമാണ്. തൻ്റെ സമ്പത്തിനോട് ഒരു അധികം ഇഷ്ടം ഉണ്ടാവും. അപ്പം ഈ 8 കാര്യങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആക്ഷേപമില്ല. പിന്നെ എന്തിനാ ആക്ഷേപമുള്ളത്? വഇന്നമാ തവഅദ മൻ ഖദ്ദമ മഹബ്ബതഹാ അലാ മഹബ്ബത്തില്ലാഹി വറസൂലിഹി വമഹബ്ബത്തി മാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു,
റബ്ബിനോടുള്ള ഇഷ്ടം, റസൂലിനോടുള്ള ഇഷ്ടം, അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനോടുള്ള ഇഷ്ടം, അതിനേക്കാളേറെ ഇതിനോട് മുന്തിച്ചാലാണ് അള്ളാഹു അവിടെ താക്കീത് ചെയ്തത്. അല്ലാതെ ഈ എട്ടിനും സ്നേഹിച്ചതിന് പേരില്ല. കാരണം ആ സ്നേഹം എന്നത് ഇഖ്തിയാരിയല്ല. ഏത് മുന്തിച്ചാലോ അത് ശിർക്ക് വരെ വരാം, ഏറ്റവും വ്യത്യാസം ഉണ്ടാവും മാത്രം. അപ്പം ഈ സ്നേഹം എന്നത് മനുഷ്യൻ്റെ ഫിത്രത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. ലൈസ ഇഖ്തിയാരിയൻ, അവന് പോലും അത് സ്വാതന്ത്ര്യമില്ല. ഉമ്മാനെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് അവൻ തീരുമാനിച്ചാലും കഴിയൂല. അറിയാതെ സ്നേഹം ഉള്ളുന്ന് വരും. സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞാലും അനുസരിക്കട് കാണിച്ചാലും അറിയാതെ ചില സമയത്തെങ്കിലും അവന് ഉള്ളുന്നതിന് പുറത്തേക്കൊണ്ട് വരും. അത് അവനതിൽ ഇഖ്തിയാറില്ല. അവിടെ ഈ സ്നേഹം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആ സ്നേഹം ഉണ്ടാവണം. പക്ഷെ ആ സ്നേഹം റബ്ബിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തേക്കാൾ മുന്തിക്കാൻ പറ്റില്ല. അതിനെ മുന്തിച്ചാലാണ് ഈ താക്കീത് പറഞ്ഞത്. ഫലാ ബുദ്ദ മിൻ ഈസാരി മാ അഹബ്ബഹു അല്ലാഹു മിൻ അബ്ദിഹി വഅറാദഹു അലാ മാ യുഹിബ്ബുൽ അബ്ദു വയുരീദു. അതുകൊണ്ട് അല്ലാഹ് എന്താണോ നമ്മോട് ആവശ്യപ്പെട്ടത് അത് നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ മുന്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫമഹബ്ബത്തുല്ലാഹി ലഹാ അലാമാത്തുൻ തദുല്ലു അലൈഹാ. അപ്പോൾ റബ്ബിനോട് ഒരാൾക്ക് ഇഷ്ടം കൂടുതലുണ്ടോ ഇല്ലേ അതറിയാൻ ചില അടയാളങ്ങളുണ്ട്. ഒരാൾക്ക് ഏതാ ഇഷ്ടം, അല്ലാണ്ട് കൂടുതൽ ഇഷ്ടമുണ്ടോ ഇല്ലേ അത് അറിയിക്കുന്ന അലാമത്തുകൾ, അടയാളങ്ങളുണ്ട്. മിൻഹ, ഏതാണ് അലാമത്ത്? അന്നമൻ അഹബ്ബല്ലാഹ തആല, അല്ലാഹനെ സ്നേഹിക്കുന്ന ഒരാൾ ഫഇന്നഹു യുഖദ്ദിമു മാ യുഹിബ്ബുല്ലാഹു മിനൽ അഅ്മാലി അലാ മാ തുഹിബ്ബുഹു നഫ്സുഹു മിനൽ ശഹവാതി വൽ മലദ്ദാതി വൽ അംവാലി വൽ ഔലാദി വൽ ഔതാൻ. അല്ലാഹനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ തൻ്റെ ഇഷ്ടങ്ങളെക്കാളേറെ മുന്തിക്കും. അത് ശഹവാത്തിൻ്റെ ഇച്ഛകളാവാം, തൻ്റെ സുഖസൗകര്യങ്ങളാവാം, സമ്പത്തുക്കളാവാം, മക്കളാവാം, നാടുകളാവാം, അതിനേക്കാളൊക്കെ ഇഷ്ടം അല്ലാണ്ടായി മാറും. അപ്പം നാട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നാട് വിട്ടു പോകാം, എന്നാലും വേണ്ടില്ല അല്ലാഹനെ ഒഴിവാക്കാൻ തയ്യാറില്ല. ഹിജറ പോകുമ്പോൾ നാട് ഒഴിവാക്കി മറ്റു നാട്ടിലേക്ക് പോകും. സമ്പത്ത് മൊത്തം ഒഴിവാക്കേണ്ടി വന്നു ദീനിന് വേണ്ടി, അപ്പോൾ ഒഴിവാകും. സ്വഹാബിമാർ ഹിജറ പോയപ്പോൾ പലരും ആ സമ്പത്തോടെ പിടിച്ചു വെച്ചല്ലോ, കൊണ്ടുപോകാൻ പറ്റില്ലാണ്. ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലാണ്. ഈ നാട്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇജുവാണി പോയിക്കോളാറ്, എന്നാൽ ഞാൻ പോയിക്കോളാറ്. സമ്പത്തോടെ ഇട്ടിട്ട് ഒരു പോയി. അപ്പോൾ ആ സമ്പത്തിനേക്കാൾ ഇഷ്ടം റബ്ബിനോടാണ്. ഭാര്യമാർ, മാതാപിതാക്കൾ വരെ പിണങ്ങി എന്നോട് മുണ്ടില്ലാറ്, നിങ്ങൾ മുണ്ടണ്ട, കുഴപ്പമില്ല, ഞാനേതായാലും ഈമാൻ വിട്ടു പോരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ സ്വഹാബിമാർ ധാരാളമുണ്ട്. അതൊക്കെ അതിൻ്റെ അടയാളമാണ്. അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമാണതെല്ലാം. വമിൻഹ, മറ്റൊരടയാളം, അന്നമൻ അഹബ്ബല്ലാഹ തആല, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഫൈനഹു യത്തബിഉ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ജാഅ ബിഹി, അവൻ നബിയെ പിൻപറ്റും. കാരണം അള്ളാഹ് പറഞ്ഞയച്ചാൽ നബിനെ. അപ്പം അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹ് അയച്ച റസൂലിനെ പിൻപറ്റും. ഫയഫ്അലു മാ അമറ ബിഹി വയത്രുകു മാ നഹാ അൻഹു, അപ്പോൾ ആ നബി കൽപ്പിച്ചത് പ്രവർത്തിക്കും, നബി വിലക്കിയത് ഒഴിവാക്കും. സ്വാഭാവികമാണ്. ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, അയാൾ നമ്മളടുത്ത് ഒരാളെ പറഞ്ഞയച്ചു, നമ്മൾ മൈൻഡ് ചെയ്തില്ല, അത് ആ ഇഷ്ടത്തിനെ ബാധിക്കും. സോറി, എന്താണ് ഞാൻ പറഞ്ഞത് ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് പറയില്ലേ, അത് അയാളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ദുന്യാവിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹിന് ഇഷ്ടമുണ്ടോ എങ്കിൽ അള്ളാഹ് അയച്ച റസൂലിനെ അനുസരിക്കുക, അതിൻ്റെ അലാമത്താണ്. അള്ളാഹ് പറഞ്ഞു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പിന്തുടരുവീൻ എന്ന് പറയുക നബിയേ. നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങളെ പുറത്തു തരികയും ചെയ്യും എന്നല്ലാഹ് പറഞ്ഞു. ഖാല ബഅ്ദു സലഫ്, ഈ ആയത്തെക്കുറിച്ച് ചില മുൻഗാമികൾ പറഞ്ഞിരിക്കുന്നു, ഇദ്ദഅ ഖൗമുൻ മഹബ്ബത്തല്ലാഹ്, ചില ആളുകൾ വാദിച്ചു ഞങ്ങൾക്ക് അള്ളാഹിനെ വലിയ ഇഷ്ടമാണ്. ഫഅൻസലല്ലാഹു തആല ആയത്തുൽ മഹബ്ബത്തി, അപ്പോൾ അള്ളാഹ് ഈ മഹബ്ബത്തിൻ്റെ ആയത്തിറക്കിയത്. ഞങ്ങൾക്ക് അള്ളാഹിനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുവീൻ. അപ്പോൾ ആ ഇഷ്ടം കപടമാണോ അല്ലേ എന്നുള്ളത് അതിലൂടെ വ്യക്തമായി കിട്ടും. ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, അതാണ് ആയത്തുൽ മഹബ്ബ, മഹബ്ബത്തിൻ്റെ ആയത്ത്. അത് ഇറങ്ങാൻ കാരണം ഇതാണ്. ചില ആളുകൾ വെറുതെ പൊട്ടീസാക്കാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹിനെ വലിയ കാര്യമാണ്, എന്നാ പറയും നബിയെ എന്നെ പിൻപറ്റുവീൻ, അതിന് ഞങ്ങളില്ല. അപ്പോൾ അർത്ഥം എന്താണ്? ഓർക്ക് അള്ളാഹിനോട് ആത്മാർത്ഥമായ ഇഷ്ടമില്ല എന്ന്. ഫഫിൽ ആയത്തി ബയാനു ദലീലി മഹബ്ബത്തില്ലാഹി വസമറത്തിഹാ വഫവായിദിഹാ, ഈ ആയത്തുനിന്ന് മൂന്ന് കാര്യം കിട്ടും.
ഒന്ന് റബ്ബിനോട് ഇഷ്ടം വേണം എന്ന് തെളിവ്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ എന്താണ് അതിൻ്റെ സമണത്ത്, അതിൻ്റെ ഫലം, അതും ഇതിന് മനസ്സിലാവും. ഫദലീലുഹാ വ അലാമത്തുഹാ, അള്ളാഹനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? ഇത്തിബാഉർ റസൂൽ. ഈ ആയത്ത് പ്രകാരം ഒരാൾക്ക് അള്ളാഹനെ സ്നേഹമുണ്ടോ ഇല്ലേ? തെളിവ് ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുന്നുണ്ടോ അള്ളാഹനെ സ്നേഹമുണ്ട്. ഫായിദത്വ സമർത്ഥം, അങ്ങനെ സ്നേഹിച്ചാൽ എന്താ കിട്ടാനുള്ളത്? ഒന്ന് നെയ്ലു മഹബത്തില്ലാഹി അബ്ദി, അള്ളാഹ് നമ്മളെ സ്നേഹിക്കും. ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹനെ സ്നേഹമുണ്ടോ എങ്കിൽ എന്നെ പിൻപറ്റൂ, എങ്കിൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. കണ്ടോ? അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അലാമത്ത് ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുക. എങ്കിൽ കിട്ടുന്ന പ്രയോജനം അള്ളാഹ് നമ്മളെ സ്നേഹിക്കും. അതുമാത്രമല്ല വ മഗ്ഫിറതുഹു ലിദുനൂബിഹി, പാപങ്ങളെ പുറത്തു തരികയും ചെയ്യും. യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടാവണം ആദ്യം. ആ ഇഷ്ടത്തിന് അടയാളമാണ് നബി തങ്ങൾ പഠിപ്പിച്ചതൊക്കെ പ്രാവർത്തികമാക്കാൻ തയ്യാറാവുക. അതിൻ്റെ ഇമ്പാക്റ്റാണ് റബ്ബിൻ്റെ ഇഷ്ടം കിട്ടും, റബ്ബ് നമ്മളെ പാപങ്ങളെ പുറത്തു തരികയും ചെയ്യും. ഇനി മറ്റൊരടയാളം, ഒമിൻ അലാമാത്തി സുദ്ഖി മഹബത്തിൽ അബ്ദില്ലാഹി, സത്യസന്ധമായി അള്ളാഹനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ അടയാളം. അള്ളാഹ് പറഞ്ഞു യാ അയ്യുഹൽ ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദുന ഫീ സബീലില്ലാഹി വലാ യഖാഫുന ലൗമത ലായിം. സത്യവിശ്വാസികളെ, നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ദീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ, ഇസ്ലാമിൽ നിന്ന് പോയി അയാം അൻ എക്സ് മുസ്ലിം എന്നും പ്രഖ്യാപിച്ചു അവൻ പോയി, അങ്ങനെ പോയാൽ എന്താ ഉണ്ടാവുക എന്നാണ്. പോയാൽ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു മറ്റൊരു കൗമിനെ കൊണ്ടുവരും. നിങ്ങളാണ് പോയതുകൊണ്ട് ദീൻ പൊളിയൊന്നുമില്ല, നമ്മളൊക്കെ നിർത്തിയിട്ട് പോയി, ഇനിയിപ്പോൾ ഞാൻ പള്ളിയിക്കില്ല ഒന്നിക്കില്ല, അപ്പോൾ അത് അവസാനിപ്പിക്കുകയാണ്. ഓനാണ്ട് പോകാം. ഓനാണ്ട് പോയതുകൊണ്ട് ഇവിടെ ഒക്കെ അവസാനിച്ചു എന്നുണ്ടാവുമോ? അതില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ? അള്ളാഹ് മറ്റൊരു കൗമിനെ കൊണ്ടുവരും. യുഹിബ്ബുഹും, അള്ളാഹ് അവരെ സ്നേഹിക്കും. വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കും. അങ്ങനത്തെ കൗമിനെ അള്ളാഹ് കൊണ്ടുവരും എന്നാണ്. അപ്പം നിങ്ങൾ ദീനിൽ നിന്ന് പിറകോട്ട് പോവുകയാണെങ്കിൽ ഒരു നഷ്ടം സംഭവിക്കാനില്ല. ഇവിടെ ദീന് നഷ്ടമില്ല, അള്ളാഹ് നഷ്ടമില്ല. ഉണ്ടാവും ഖിയാമത്ത് വരെ, അല്ലെങ്കിൽ ഖിയാമത്തിന് തൊട്ട് മുന്നോടി വരെ, റബ്ബിൻ്റെ അമ്ർ വരുന്നവരെ അതുണ്ടാകും. അപ്പം ആ കൊണ്ടുവരുന്ന ആളുകളുടെ ലക്ഷണം അള്ളാഹ് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ പോയിന്റ്. നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പോയാൽ അള്ളാഹ് വേറെ ടീമിനെ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ആളുകൾക്കുള്ള ചില അടയാളങ്ങൾ, ഒന്ന് യുഹിബ്ബുഹും, അള്ളാഹ് അവരെ സ്നേഹിക്കുന്നു, അങ്ങനത്തെ ടീമിനെ അള്ളാഹ് കൊണ്ടുവരും. രണ്ട് യുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെയും സ്നേഹിക്കുന്നു. മൂന്ന് അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് അങ്ങേയറ്റം വിനയം കാണിക്കുന്ന, അവരോട് വാത്സല്യം കാണിക്കുന്നവരായിരിക്കും അവർ, അവർക്ക് മുഅ്മിനീങ്ങളെ വലിയ ഇഷ്ടമായിരിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളോട് അവർ കർക്കശ സ്വഭാവമുള്ളവരായിരിക്കും. യുജാഹിദുന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. വലാ യഖാഫുന ലൗമത ലായിം, ഒരു ആക്ഷേപത്തെയും ഭയപ്പെടാത്തവനായിരിക്കും. അങ്ങനത്തെ കൗമിനെ അള്ളാഹ് പകരം കൊണ്ടുവരും. കണ്ട, അപ്പോൾ ആ പകരം കൊണ്ടുവരുന്ന ആളുകളുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞു. ഫദക്കറ ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി ലിമഹബ്ബത്തില്ലാഹി അർബഉ അലാമാത്തിൻ, അള്ളാഹിനോടുള്ള മഹബത്ത് 4 അടയാളം പറഞ്ഞു. കാരണം എന്താ? ആ കൗമിന് അള്ളാഹിനെയും ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് അവരെയും ഇഷ്ടമാണ്. എങ്ങനെ മനസ്സിലായി? 4 കാര്യം. ഒന്ന്, അന്നൽ മുഹിബ്ബീന ലില്ലാഹി യകൂനുന അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ ബിമഅന അന്നഹും യുഷ്ഫിഖൂന അലൈഹിം വയർഹമൂനഹും വയഅതുഫൂന അലൈഹിം, സത്യവിശ്വാസികളോട് കാരുണ്യവും വാത്സല്യവും വിശ്വാസികളോട് വലിയ റഹ്മത്തും എല്ലാം അവർ കാണിക്കും. മുഅ്മിനീങ്ങൾ തമ്മിൽ സ്നേഹവും ബന്ധമൊക്കെ ഉണ്ടാവും. അത് അവരുടെ ലക്ഷണമാണ്. കാരണം അവർ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹ് അവരെയും സ്നേഹിക്കും. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇവർക്കും ഇഷ്ടമാകും. അള്ളാഹ്ക്ക് മുഅ്മിനീങ്ങൾ ഇഷ്ടമാണ്, അപ്പം നമുക്ക് മുഅ്മിനീങ്ങൾ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് അവിശ്വാസികളെ ഇഷ്ടമില്ല, അപ്പം നമുക്കും അവരെ ഇഷ്ടമില്ല. തെറ്റ് ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, നമുക്കൊരു ഇഷ്ടമില്ല. അതാണ് ബറാഇന്റെ അസ്ല്. പടച്ച റബ്ബിന് ആരോടൊക്കെ വെറുപ്പുണ്ടോ അവിടെ നമുക്കും വെറുപ്പാണ്. അള്ളാഹ്ക്ക് അവിടെല്ലാം സ്നേഹമുണ്ടോ അവിടെ നമുക്കും സ്നേഹമാണ്. തെറ്റിനെ വെറുക്കണം, തെറ്റിൻ്റെ ആളുകളെയും വെറുക്കണം. കുഫറിനെ വെറുക്കണം, കുഫറിൻ്റെ ആളുകളോടും ആ വെറുപ്പുണ്ടാകും. അതേതിന് കുഫറിൻ്റെ പേരിൽ മാനുഷികമായ ബന്ധങ്ങൾ ഉണ്ടാകും. മാനുഷികമായ ബന്ധങ്ങൾ, മാനുഷികമായ ഇടപാടുകൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ കുഫറിൻ്റെ ആളാണ്, അവൻ തെറ്റിൻ്റെ ആളാണ്. വേണ്ട, ഒരു
മദ്യപാനിയെ നമുക്ക് ഇഷ്ടമുണ്ടാവുമോ? ഇവിടുത്തെ മൊഴി കുടിയനാണെങ്കിൽ ഓരോ നമുക്ക് ഒരു അകൽച്ച ഉണ്ടാവില്ലേ? എങ്ങനെക്കാളും മേതലേക്ക് കുഫ്റും ശിർക്കും. അല്ലാഹു ഖുർആൻ പറഞ്ഞു അല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ എങ്കിൽ അത് നമുക്കും മതമാണ്. അതാണ് ഇവിടെ പറഞ്ഞ ഐസത്തുൽ മുഅ്മിനീൻ. ഖാല അത്താ റഹിമഹുല്ലാ യകൂനൂന അലിൽ മുഅ്മിനീന കൽ വാലിദി ലിവലദിഹി. ഈ ആയത്തിൽ ഇമാം അത്താ താബിഈ പ്രമുഖനാണ്. അത്താ ഇബ്നു അബീ റബാഹ് അബൂ ഹനീഫയുടെ ഉസ്താദാണ്, താബിഈ പ്രമുഖനാണ്. ആ അത്താ പറയാണ് അഥവാ യകൂനൂന ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളോട് അവരുടെ സമീപനം കൽ വാലിദി ലിൽ വലദിഹി പിതാവ് മകനോട് കാണിക്കുന്ന വാത്സല്യം പോലെ മുഅ്മിനീങ്ങളോടൊക്കെ അവർക്ക് വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും ഉണ്ടാകും. അതാണ് ഈ ആയത്ത് പറഞ്ഞ അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ. അതാണ് ഒരു അടയാളം. രണ്ടാമത്തെ അടയാളമോ അൻഹും യകൂനൂന ഐസത്തൻ അലൽ കാഫിരീൻ സത്യനിഷേധികളോട് അവന് കർക്കശ സ്വഭാവമുള്ളവരാകും. അയ്യുദ്ഹിറൂന ലഹുമുൽ ഖില്ലത വശിദ്ദത വത്തറഫു അലൈഹിം വലാ യുദ്ഹിറൂന ലഹുമുൽ ഖുദൂഅ വല്ലഉഫ്. അവരോട് ഒരു വിനയവും വിധേയത്വം ഉണ്ടാവില്ല. കുഫറിന്റെ പേരിൽ അവരുടെ ഒരു അകൽച്ചയുണ്ട്, ഷിർക്കിന്റെ പേരിൽ അവരുടെ അകൽച്ചയുണ്ട്, തിന്മകളുടെ പേരിൽ ഒരു അകൽച്ചയുണ്ട്. അത് മാനുഷികമായ ബന്ധങ്ങൾക്കോ തടസ്സമല്ല. ഇതിനെക്കുറിച്ചുണ്ടാവും. അതിന് കുഫർ കൂടുന്നതനുസരിച്ച് ഇതും കൂടും. ഇപ്പം കുഫറിൽ തന്നെ മുഅ്മിനീങ്ങളോട് യുദ്ധം ചെയ്യുന്ന കാഫിരീങ്ങൾ ഉണ്ടാവും, വിശ്വാസികളുമായി മാന്യമായി ഇടപഴകുന്ന അവിശ്വാസികൾ ഉണ്ടാവും. ഖുർആൻ തന്നെ രണ്ടാക്കി എടുത്തു പറഞ്ഞു. അതിൽ തന്നെ ബന്ധുക്കൾ ഉണ്ടാവും, അവരുടെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നബി അബൂ ത്വാലിബിനോട് കാണിച്ച സ്നേഹം, എന്നാൽ അബൂ ത്വാലിബ് എളാപ്പയാണ്, കുഫറിലാണ്, പക്ഷേ എളാപ്പയാണ്. ആ ഒരു ബന്ധം അത് വേറെ ആയിരിക്കും. അത് കുഫറിൻ്റെ, അത് ഖറാബത്തിൻ്റെ, കുടുംബത്തിൻ്റെ പേര് കിട്ടണം. ഒരു അയൽവാസിയാണ്, ഒരു അയൽപക്ക മര്യാദകൾക്ക് ഒരു ബന്ധം ഉണ്ടാകും. അപ്പം മാനുഷികമായി പാലിക്കേണ്ടതൊക്കെ പാലിക്കും. അയൽവാസിയാണോ അയൽപക്ക ബന്ധം സ്ഥാപിക്കും, ബന്ധുവാണോ ആ കുടുംബ ബന്ധം അവിടെ നിലനിർത്തിപ്പോരും. അതേപോലെ അവന് ഇവനോടുള്ള എന്തൊക്കെ സമീപനങ്ങളുണ്ടോ അതൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. എന്നാൽ കുഫറുണ്ട് എന്നതുകൊണ്ട് ആ വെറുപ്പോടുണ്ടാവും. ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞല്ലോ ബുറഅഉമിൻകും വമിമ്മാ തഅബുദൂൻ, നിങ്ങളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, നിങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. രണ്ടും ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കൂല, അങ്ങോട്ട് വെറുപ്പില്ല എന്നല്ല. കുഫറിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ ഒരു ബന്ധവും ബന്ധവിച്ഛേദനവും ഉണ്ടാവണം. അതാണ് അൽ വലാഉ ഫില്ലാ വൽ ബറാഉ ഫില്ലാ. അള്ളാഹിൻ്റെ പേരിൽ ബന്ധം സ്ഥാപിക്കുക, അള്ളാഹിൻ്റെ പേരിൽ ബന്ധം അവസാനിപ്പിക്കുക. അൽ മഹബ്ബത്തു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. എന്നാൽ അതിനർത്ഥം ഒരു മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഇടപെടാൻ പാടില്ല, ഒരു കടയിൽ സാധനം വാങ്ങാൻ പാടില്ല, ഒരു വീട്ടിൽ കയറാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല എന്നാണോ? അല്ല, അതൊക്കെ ആവാം. പക്ഷെ ദീനെതിരായ കാര്യം ഓൻ പറഞ്ഞാലോ അതെൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്, അത് ഞാൻ ഉണ്ടാവില്ല. അതെ, ഓൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്, നമ്മൾ ക്ഷണിച്ചു, ഇല്ല അത് ഞാൻ വരൂല. നിൻ്റെ വീട്ടിൽ വിവാഹം ഉണ്ടോ പറഞ്ഞോളൂ, ഞാൻ വരാം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലേ, ഞാൻ തരാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആളില്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അതൊക്കെ ഓക്കെ. പൈസ കടം വേണോ, ഞാൻ തരാം. അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അത് എൻ്റെ വിശ്വാസത്തിന് യോജിക്കൂല, അതിനെനിക്ക് സഹകരിക്കാൻ പറ്റൂല എന്ന് പറയാം. അതാണ് ഇവരുടെ ലക്ഷണം. അല്ലാതെ എല്ലാം കൂടി കൂട്ടി വെപ്പിച്ച് മറ്റേ മൂലം മുതലും വെച്ച പോലെ വരെ ഒക്കെപ്പാടെ കുഴമ്പാക്കിയിട്ട് എല്ലാം കൂടി മതസൗഹാർദ്ദമായിട്ട് അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇല്ല എന്നർത്ഥം. മൂന്നാമത്തെ അടയാളം അന്നഹും യുജാഹിദുന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യും. ബിൻ നഫ്സി വൽ യദി വൽ മാലി വൽ ലിസാൻ. ജിഹാദ് 4 എണ്ണം. ഒന്ന് നഫ്സ് കൊണ്ട്, വൽ യദി കൈ അധികാരം കൊണ്ട്, വൽ മാൽ സമ്പത്ത് കൊണ്ട്, വൽ ലിസാൻ നാവ് കൊണ്ട്. നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക, ആ മാർഗ്ഗത്തിൽ പണം ചെലവഴിക്കുക, അവിടെ ശാരീരികമായി ചെയ്യേണ്ട ഇത് ചെയ്തു കൊടുക്കുക, തൻ്റെ കൈവശമുള്ള എന്ത് അധികാരവും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതാണ് യുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞത്. 4ാമത്തെ അടയാളം എന്താണ്? അന്നഹും ലാ തഖുദും ഫില്ലാഹി ലൗമത്തു ലായിം. അള്ളാഹിൻ്റെ കാര്യത്തിൽ ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും അവനെ ബാധിക്കുകയില്ല. അള്ളാഹ് പറഞ്ഞ കാര്യം ചെയ്തതിൻ്റെ പേരിൽ ഓന് പോയത്തക്കാരനാണ്, ഓൻ പയഞ്ചനാണ്, ഓൻ 6ാം നൂറ്റാണ്ടുകാരനാണ്, ആയിക്കോട്ടെ അതായിക്കോട്ടെ കേൾക്കുന്നല്ലാതെ അത് പേടിച്ചിട്ട് നഞ്ഞ് തൽക്കാലം നമ്മളെ മോശക്കാരാകണ്ട, നമ്മളൊന്ന് കാലത്തുറപ്പിച്ച് ദീനൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ആ ഏർപ്പാടിനില്ല. റബ്ബിൻ്റെ വിഷയത്തിൽ ഒരാക്ഷേപകൻ്റെ ആക്ഷേപത്തെയും അവൻ ഭയപ്പെടുകയില്ല. ഫലാ യുഅസ്സിറു ഫീഹിം ഇസ്ദിറാഉ നാസി ലഹും, ആളുകൾ അവരെ പരിഹസിക്കും, അത് ഓനെ ബാധിക്കുകയേയില്ല. വലൗമുഹും ഇയ്യാഹും, അവർ അവനെ ആക്ഷേപിക്കും, അതവനെ ബാധിക്കുകയില്ല. അലാമാ യബ്ദുലൂന മിൻ അൻഫുസിഹിം വഅംവാലിഹിം ലിനുസ്റത്തിൽ ഹഖ്, തൻ്റെ സമ്പത്തും തൻ്റെ ശരീരവും ദീനിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആൾക്കാർ അവനെ പരിഹസിക്കും. എന്താണ് പോയത്തക്കാരൻ, കിട്ടുന്ന പൈസ ഒക്കെ നിങ്ങൾ ചെലവാക്കുകയാണ്, ആൾക്കാർ പറഞ്ഞോട്ടെ,
അതുമാണ് വിഷയമുള്ള കാര്യമൊന്നുമല്ല. കാരണം ആൾക്കാർക്ക് വേണ്ടി ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആരാക്ഷേപിച്ചാലും അത് പ്രശ്നമല്ല. ലിഖനാഅതിഹിം ബിസിഹ്ഹതി മാ ഹും അലൈഹി വഖുവ്വതി ഈമാനിഹിം വയഖീൻ. എന്തുകൊണ്ടാണ് അത് പ്രശ്നമില്ലാത്തത്? ഞാൻ നിലകൊള്ളുന്ന നിലപാട് ശരിയാണെന്ന് ഓന് ഉറപ്പുണ്ട്. എൻ്റെ മതം സത്യമാണ്, അത് ഇതാണ് ഹക്ക്, അത് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആക്ഷേപിച്ചു, നമുക്കെന്താ പ്രശ്നം? വഖുവ്വതി ഈമാനിഹിം വയഖീനിഹിം, അവരുടെ ഈമാനും യഖീനും ഒക്കെ അത്രയും ശക്തമാണ്. ഫകുല്ലു മുഹിബ്ബിൻ, എല്ലാ സ്നേഹിക്കുന്നവനും യുഅസ്സിറു ഫീഹി ലൗമ ഫയയുദ്ഇഫുഹു അൻ മുനാസത്തി ഹബീബിഹി ഫലൈസ ബിമുഹിബ്ബിൻ അൽ ഹഖീഖ. ഒരുത്തനെ ഒരാൾ സ്നേഹിച്ചു, മറ്റൊരുത്തൻ നമ്മൾ ആക്ഷേപിച്ചു, ഈ ആക്ഷേപിച്ചപ്പോൾ ഓനോട് പിന്നെ കുറച്ച് അകൽച്ച പാലിച്ചു എങ്കിൽ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സുഹൃത്തിനെ ഭയങ്കര ഇഷ്ടമാണ്, ഓനെ ഇഷ്ടപ്പെട്ടതിനെ പേരിൽ മറ്റൊരുത്തനെ ആക്ഷേപിച്ചു, അപ്പം പിന്നെ ഇവനോട് ദേശമുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ടായി ആദ്യത്തെ സുഹൃത്തിനോട്, അപ്പോൾ അവരുടെ ആത്മാർത്ഥമായ സ്നേഹം വരില്ല. അല്ലെങ്കിൽ മറ്റോ ആക്ഷേപിക്കുന്നത് ചെയ്യാം, ആക്ഷേപിച്ചോട്ടെ, ഇവനെ വിട്ടുള്ള പരിപാടിയില്ല, ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അതാണ് ശരിയായ സ്നേഹം. അപ്പം റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ, ആരെന്താക്ഷേപിച്ചാലും വേണ്ടില്ല. ഓനെ ജയിലിൽ പിടിച്ചുകൊണ്ട് ഇട്ടു, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഓനെ കൊന്നു, അൽഹംദുലില്ലാ, പ്രശ്നമില്ല, അത് വിഷയമല്ല. ഫലാ യഖാഫുന ഫില്ലാഹി ലൗമത ലാഇബ്. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അള്ളാന്റെ കാര്യത്തിൽ അവൻ പേടിക്കുകയില്ല. പറ്റും, എന്താ സംശയം? ഒരു സംശയമില്ലല്ലോ. ഓനേക്കാളും മേൽ തന്നെ മുഅ്മിനീങ്ങൾ, സംശയമൊന്നുമില്ല. അപ്പം ഇതാണ് ശരിയായ സ്നേഹം. അപ്പം റബ്ബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് അടയാളമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവിടെ നോട്ടെ. ഇനി നമുക്ക് അടുത്തത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹിനോട് സ്നേഹമുണ്ടാവാനുള്ള 10 കാര്യങ്ങൾ, പടച്ച റബ്ബിനോട് സ്നേഹമുണ്ടാവാൻ, റബ്ബിനോട് സ്നേഹം വർദ്ധിക്കാൻ അതിന് പ്രേരകമാകുന്ന 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ശരിയാം വണ്ണം അഖീദ സ്വീകരിക്കുവാനും റബ്ബിൻ്റെ ദീനിനെ ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനും അള്ളാഹിൻ്റെ മാർഗത്തിൽ ശരിയാം വണ്ണം നിലകൊള്ളുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും.